അപ്പോൾ നമ്മുടെ പഴനി വ്ളോഗ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച്, ഇപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒന്നും കൂടെ രാവിലെ പഴനിയൊക്കെ കറങ്ങി. ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ ഒന്നും കൂടെ ഒക്കെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഇനി നമ്മൾ നേരെ പോവുകയാണോ തിരുപ്പതിക്ക്. എന്നാലേ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. അമ്പലത്തിൽ കയറി ഇറങ്ങുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് ആ പരിസരത്ത് കൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ പഴനിയിലെ ആ ഒരു ഫ്രഷായിട്ട് പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെയൊക്കെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുതിരവണ്ടിയിലൊന്നും കയറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരികെ വന്ന സമയത്ത് അവിടെ കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുതിരവണ്ടി കയറി ഒരു സവാരിയൊക്കെ നടത്തി. പിന്നെ ഓർത്ത കുതിരയുടെ അവസ്ഥ കണ്ടപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി. പാവം, നമ്മൾ ഇത്രയും പേരെ, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6, 6 പേരെ വലിച്ചുകൊണ്ട് പാവം കുതിര പോകുന്ന കണ്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ കുതിരവണ്ടി കയറത്തില്ല, അത് ഉറപ്പിച്ചു. പാവം, അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു പോയി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. 2 ഇഡ്ഡലി പറഞ്ഞു. കുറച്ച് പേര് പൂരി പറഞ്ഞു, കുറച്ച് പേര് മസാല ദോശ പറഞ്ഞു. അങ്ങനെ പലരും പലതാണ് പറഞ്ഞു. എനിക്ക് ഇഡ്ഡലി കഴിക്കാനുള്ള മൂടായിരുന്നു. അതാകുമ്പോൾ വലിയ ഹെവി അല്ലല്ലോ, ലൈറ്റ് വെയിറ്റ് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു വട കിട്ടി, അത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള വടയായിരുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വന്നാലുള്ള ആ മസാല ദോശ, അവരുടെ വട, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ ഫുഡ് നോൺ വെജും വെജും എല്ലാം ഇഷ്ടമാണ്. അത് ഓണാക്കിയില്ലല്ലേ? ഞാൻ ഓണാക്കിയെന്ന് ഓർത്തിരിക്കും. നല്ല ഇഡലിയാണ്. ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ ആര്യഭവൻ അങ്ങനെയുള്ള വെജ് ഹോട്ടലുകളിലെ ചായ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ചായക്ക് ഞാൻ ഒരു അഡിക്റ്റ് ആയിപ്പോൾ. അങ്ങനെ സേലം എത്താറായപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ച. അപ്പോൾ എങ്ങനെയാണ് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാതിരിക്കുക? അപ്പോൾ തന്നെ വണ്ടി അവിടെ നിർത്തി. NH റോഡായിരുന്നു. അപ്പം വണ്ടി അവിടെ ഒതുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്നാലും കിട്ടിയൊരു സൈഡിൽ നമ്മൾ ഒതുക്കി പെട്ടെന്ന് ചാടി. ഇതുപോലത്തെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര റയറായിട്ട് കാണാൻ പറ്റുന്നതല്ലേ. അതുകൊണ്ട് അപ്പം തന്നെ ചാടി ഇറങ്ങി. നോക്കിയപ്പം മൊത്തം ജമന്തിയാണോ ബന്ദിയാണോ ഫുള്ള് അവിടെ മുഴുവൻ ഒരു പാടം പോലെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നു. പിന്നെ അത് പോരാതെ അതിൻ്റെ സൈഡിൽ കണ്ട വേറൊരു കാഴ്ച, ആ ബന്ദിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ അവരിങ്ങനെ ഫുൾ ഉള്ളി, സവോളയാണോ ഉള്ളിയെന്ന് എനിക്കറിയത്തില്ല, ഫുൾ ഉള്ളി, തക്കാളി ഇങ്ങനെ ഒരുമായി ബൗണ്ടറി പോലെ കെട്ടി ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുക. സൈഡ് ക്യാബേജും ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ. നല്ല ഇങ്ങനെ വിടർന്ന് നല്ല പൂ പോലെ നിൽക്കുന്ന ക്യാബേജ് കാണാൻ ഇത്ര പേര്. പക്ഷെ അവിടെ അത് നോക്കാനോ അത് കാവൽ നിൽക്കാനോ ഒന്നും ആരുമില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഇട്ടിരിക്കുക ക്യാബേജ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ക്യാബേജ്. ഇപ്പം നേരെ ഉച്ചയായി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ കയറണം. ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പനീർ മസാലയാണ് കഴിച്ചത്. അത് കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയും ഒരു ബജ്ജിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ റോഡിൽ തന്നെ, റോഡ് സൈഡിൽ തന്നെ കണ്ടൊരു സ്ഥലത്ത് നിർത്തി ചായയും ബജ്ജിയൊക്കെ ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മുടെ കേരളത്തിൽ അത്ര വരില്ലല്ലോ ടേസ്റ്റ്. പലർക്കും പല ടേസ്റ്റ് അല്ലേ. നമുക്ക് കുഴപ്പമില്ല, ആവറേജ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഒത്തിരി കേരള വണ്ടിയും തമിഴ്നാട് വണ്ടിയൊക്കെ തിരുപ്പതിയിലേക്ക് പോകാൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നേരെ തിരുപ്പതിയിലേക്കാണ് പോകുന്നത്. റൂമൊക്കെ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞ സമയത്ത് നമ്മളവിടെ ചെന്നാൽ മതി. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഗ്ലാസ്സിനകത്ത് മറ്റേ നെല്ലായി ഗീ ഹൽവ കണ്ടിട്ട് നല്ല ടേസ്റ്റ് തോന്നി. കൂടുതൽ അതിനകത്ത് മിൽക്കിൻ്റെ കണ്ടൻറ്റാണ് കേട്ടോ. ഗീയും മിൽക്കിൻ്റെയൊക്കെ കണ്ടൻറ്റായിരുന്നു. അത് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് മത്ത് പിടിച്ചു പോകും. അതുകൊണ്ട് ഞാനത് വാങ്ങിയാണ്ട് ഇവരൊക്കെ വല്ലാണ്ട് കിടന്നങ്ങ് ചിരിക്കുവാണേ. മത്ത് പിടിക്കും പെട്ടെന്ന്. ഫസ്റ്റ് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ടേസ്റ്റായിട്ട് തോന്നും, പിന്നെ വെക്കുമ്പോഴത്തേന് നമുക്ക് ഒരു മത്ത് പിടിച്ച പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അതൊരു തെറ്റായ തീരുമാനമായിപ്പോയി വീണ്ടും. അങ്ങനെ ഫൈനലി 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ തിരുപ്പതിയിൽ നമുക്ക് സ്റ്റേ ഉണ്ട്. രാവിലെ തന്നെ തിരുപ്പതിയിലാണ്
ശ്രീ പത്മാവതി അമ്മൻ ടെമ്പിൾ. അപ്പോൾ അവിടെ കയറി ദർശനം നടത്തിയിട്ട് വേണം മുകളിൽ തിരുമലയിലേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് പത്മാവതി അമ്മൻ ടെമ്പിളിലെ ദർശനം കിട്ടിയിരിക്കുന്നത് 8 മണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ തിരുമലയിലേക്ക് പോകുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നത്.